ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചോപ്പർ സർക്യൂട്ട്സിനെ കുറിച്ചാണ്. ചോപ്പർ സർക്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ അൺറെഗുലേറ്റഡ് ആയ ഡി സി വോൾട്ടേജിനെ റെഗുലേറ്റഡ് ആയ ഡി സി വോൾട്ടേജാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ് ചോപ്പേഴ്സ്. ഈ ചോപ്പറുകളെ തരംതിരിച്ചിട്ടുള്ളത് അതിൻ്റെ ഇൻപുട്ടും അതുപോലെ ഔട്ട്പുട്ടും വോൾട്ടേജ് ലെവലിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രധാനമായി രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, സെക്കൻഡ് വൺ സ്റ്റെപ്പ് അപ്പ് ചോപ്പർ. നമ്മൾ ഇന്ന് ഇവിടെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറുകളെ കുറിച്ചാണ്. ഈ സ്റ്റെപ്പ് ഡൗൺ ചോപ്പറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ലെവല് ഇൻപുട്ട് വോൾട്ടേജിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് ഇത്തരം ചോപ്പറുകളെ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്റ്റെപ്പ് ഡൗൺ ചോപ്പറിൻ്റെ സർക്യൂട്ട് ഡയഗ്രത്തിൽ എന്തെല്ലാം ഡിവൈസുകൾ ഉണ്ടെന്ന് പരിശോധിക്കാം. പ്രധാനമായും ഒരു സ്വിച്ച് കാണപ്പെടുന്നു. ഇതിനെ എസ് എന്ന്, ക്യാപിറ്റൽ ലെറ്റർ എസ് എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഒരു ഇൻഡക്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്വിച്ചിനും ഇൻഡക്ടറിനും ഇടയിലായിട്ട് ഒരു ഡയോഡ്. ഇവിടെ ഡയോഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഡയോഡ് ഫ്രീ വീലിംഗ് ഡയോഡായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് ഗ്രാഫിൽ രണ്ട് പീരിയഡ് കാണപ്പെടുന്നുണ്ട്. അതായത് ടി ഓൺ പീരിയഡും അതുപോലെ ടി ഓഫ് പീരിയഡും. അതായത് ടി ഓൺ പീരിയഡിൽ ചോപ്പർ ഓൺ ആവുന്ന പീരിയഡിനെയാണ് ടി ഓൺ പീരിയഡ് എന്ന് പറയുന്നത്. അതുപോലെ ചോപ്പർ ഓഫ് ആകുന്ന ടൈം പീരിയഡാണ് ടി ഓഫ് പീരിയഡ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ടൈം പീരിയഡായ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ഓൺ പ്ലസ് ടി ഓഫാണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ ഈ ടി ഓൺ എന്ന് മാത്രം, ഈ ടി ഓണിന് നമുക്കൊരു ഇക്വേഷൻ എഴുതാൻ കഴിയും. ടി ഓൺ ഈക്വൽ ടു ക്യാപിറ്റൽ ഡി ഇൻറ്റു ക്യാപിറ്റൽ ടി. അതായത് ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് സൂചിപ്പിക്കുന്നത് ഇതിലെ ഡ്യൂട്ടി സൈക്കിളിനാണ്. അതുപോലെ നമുക്ക് ടി ഓഫ് പീരിയഡ് നമുക്ക് എഴുതാൻ കഴിയും. ടോട്ടൽ ടൈം പീരിയഡിൽ നിന്ന് ടി ഓൺ പീരിയഡ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി ഓഫ് പീരിയഡ് കിട്ടും. അപ്പോൾ നമുക്കറിയാം ടോട്ടൽ ടൈം പീരിയഡായ ടിയിൽ നിന്ന് ടി ഓൺ ആണ് കുറയ്ക്കേണ്ടത്. അവിടെ ടി ഓൺ എന്നുള്ളതിന് നമുക്ക് നേരത്തെ നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ക്യാപിറ്റൽ ഡി ഇൻറ്റു ടി. അപ്പോൾ ടി ഓൺ എന്നുള്ള ഈ പൊസിഷനിൽ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടി ഓഫ് എന്നുള്ളതിനെ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് 1 - ഡി ഇൻറ്റു ക്യാപിറ്റൽ ടി എന്നാണ് ഒരു പുതിയ ഒരു ഇക്വേഷൻ നമുക്ക് ടി ഓഫ് പീരിയഡിന് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ചോപ്പർ സർക്യൂട്ടിലെ സ്വിച്ച് ക്ലോസ്ഡ് ആവുന്ന സമയം, അതായത് സ്വിച്ച് ക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചോപ്പർ ടി ഓൺ പീരിയഡ് ആകുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കാം. അതായത് ഇവിടെയുള്ള ഡയോഡിൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡയോഡ് ഡി എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലായിരിക്കും. അതുപോലെ കറൻറ്റ് ഐ ഫ്ലോ ചെയ്യുന്നത്, അതായത് കറൻറ്റ് ഐ പാസ് ചെയ്യുന്നത് സ്വിച്ചിലൂടെ പാസ് ചെയ്യും. അതുപോലെ ഇൻഡക്ടറിലൂടെ പാസ് ചെയ്തിട്ട് ലോഡ് സൈഡിലെത്തുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഓൺ പീരിയഡിൽ, അതായത് സ്വിച്ച് ക്ലോസ് ആവുന്ന പീരീഡ്, അതായത് ഓൺ പീരിയഡിൽ ഇവിടെ ഇൻഡക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡക്ടറായ എല്ലിൽ എന്ത് ചെയ്യും, ഇവിടെ ചാർജിങ് ഇവിടെ സംഭവിക്കും. അതായത് ഇൻഡക്ടർ എല്ല് ഇവിടെ ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് എന്ന് പറഞ്ഞാൽ സപ്ലൈ വോൾട്ടേജിൽ നിന്ന് ഔട്ട്പുട്ട് വോൾട്ടേജ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇൻഡക്ടറിലെ വോൾട്ടേജായ വി എൽ കിട്ടും. അത് എന്തിനോട് തുല്യമാണ്? എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടിക്ക് തുല്യമാണ്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആ എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടിയിൽ നിന്ന് ആ എല്ല് സമത്തിന് ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ ഗുണിക്കണം എന്നുള്ള എല്ല് സമത്തിന് ഇപ്പുറം കൊണ്ടുവരുമ്പോൾ എന്താവും? ഹരിക്കണം എന്നാവും. അപ്പോൾ നമുക്ക് പുതിയൊരു ഇക്വേഷൻ കിട്ടും. വി എസ് മൈനസ് വി സീറോ ബൈ എൽ ഈക്വൽ ടു ഡി ഐ ബൈ ഡി ടി. അപ്പോൾ ഇനി നോക്കേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഐ ക്ലോസ്ഡ്, അതായത് കറൻറ്റ് ക്ലോസ്ഡ്, അതായത് ക്ലോസ്ഡ് സമയത്തുള്ള കറൻറ്റാണ് നമ്മൾ കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി എസ് മൈനസ് വി സീറോ ബൈ എൽ ഇൻറ്റു ഡി ടി എന്ന് കിട്ടും. ഇവിടെ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഡി ഇൻറ്റു ടി, അതായത് ഡ്യൂട്ടി സൈക്കിൾ ഇൻറ്റു ടൈം പീരീഡാണ് സ്മോൾ ടി, സ്മോൾ ടൈം. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാൻ കഴിയും. ഐ ക്ലോസ്ഡ് ആകുമ്പോഴുള്ള കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വി എസ് മൈനസ് വി സീറോ ബൈ എൽ ഇൻറ്റു ഡി ടി എന്നുള്ള പുതിയൊരു ഇക്വേഷൻ നമുക്ക് ലഭിക്കും. ഇനി അതുപോലെ സ്വിച്ച് ഓപ്പൺ ആവുന്ന കണ്ടീഷൻ, അതായത് സ്വിച്ച് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ടി ഓഫ് പീരിയഡാണ്, അതായത് ചോപ്പർ ഇപ്പോൾ ഓഫ് കണ്ടീഷനിലാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ നോക്കാം. ഡയോഡ് എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫോർവേഡ് ബയാസിങ്ങിലേക്ക് എത്തും. അതായത് ഇപ്പോൾ കറൻറ്റ് ഐ എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർവേഡ് ബയാസിലായതുകൊണ്ട് ലോഡ് സൈഡും അതുപോലെ ഡയോഡും ഇൻഡക്ടറിലൂടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്രീ വീലിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് കടക്കും. അതായത് ഇതിനോട് ചുറ്റുന്നതാണ് കറൻറ്റ് ഇങ്ങനെ ചുറ്റുന്നതായി കാണാം ലോഡ് സൈഡിൽ. അതിനാണ് ഫ്രീ വീലിംഗ് എന്ന് പറയുക. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതായത് ഓൺ പീരീഡിൽ സ്റ്റോർ ചെയ്ത ഇൻഡക്ടറിലെ ചാർജ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഇവിടെ സ്വിച്ച് ഓപ്പൺ ആവുന്ന കണ്ടീഷൻ, അതായത് ഓഫ് പീരീഡിൽ ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കറൻറ്റ് ഫ്രീ വീലിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇൻഡക്ടറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ വി എൽ ഈക്വൽ ടു ഇവിടെ മൈനസ് വി സീറോ എന്ന് വരാൻ കാരണം ഇവിടെ നമ്മൾ സപ്ലൈ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് വി സീറോ, അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇപ്പോൾ നെഗറ്റീവ് ഇതിലാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ മൈനസ് വി സീറോ ഈക്വൽ ടു എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. നേരത്തെ പറഞ്ഞ പോലെ എൽ എന്ത് ചെയ്യുക, സമത്തിന് ഇപ്പുറം കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, മൈനസ് വി സീറോ ബൈ എൽ ഈക്വൽ ടു ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. ഇനി നമുക്കറിയാം ടൈം പീരിയഡ് ടി ഓൺ പ്ലസ് ടി ഓഫ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടി ഓഫ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മൈനസ് ഡി ഇൻറ്റു ടി. നേരത്തെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് നമ്മൾ ഐ ഓപ്പൺ എന്നുള്ള പുതിയൊരു കറൻറ്റിനെ ഇക്വേഷൻ ഐ ഓപ്പൺ, അതായത് ചോപ്പർ ഓപ്പൺ ആകുമ്പോഴുള്ള സമയത്തെ കറൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാൻ ഐ ഓപ്പൺ ഈക്വൽ ടു മൈനസ് വി സീറോ ബൈ എൽ. ഇനി നമ്മൾ ടി ഓഫിൻ്റെ ആ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുക മൈനസ് വി സീറോ ബൈ എൽ ഇൻറ്റു 1 മൈനസ് ഡി ഇൻറ്റു ക്യാപിറ്റൽ ടി എന്ന് ലഭിക്കും. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നേരത്തെ നമ്മളിപ്പോൾ സ്വിച്ച്, അതായത് ചോപ്പറിൻ്റെ സ്വിച്ച് ക്ലോസ്ഡ് ആകുമ്പോഴുള്ള കറൻറ്റിൻ്റെ വാല്യൂ, അതുപോലെ ചോപ്പറിൻ്റെ സ്വിച്ച് ഓപ്പൺ ആകുമ്പോൾ ഉള്ള കറൻറ്റിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നെറ്റ് ചേഞ്ച് നോക്കാം. ഇൻഡക്ടർ കറൻറ്റിൻ്റെ നെറ്റ് ചേഞ്ചിൻ്റെ വാല്യൂ, അതായത് ഒരു പീരിയഡിൽ ഉണ്ടാകുന്ന നെറ്റ് ചേഞ്ച് വരെ, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്ലോസ്ഡ് പ്ലസ് ഐ ഓപ്പൺ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 0 ആയിരിക്കും. അപ്പോൾ പറയുകയാണെങ്കിൽ നെറ്റ് ചേഞ്ച് ഇൻ ഇൻഡക്ടർ കറൻറ്റ് ഓവർ 1 പീരിയഡ് ഈസ് 0 ഫോർ എ സ്റ്റഡി സ്റ്റേറ്റ് ഓപ്പറേഷൻ. അതായത് ഇവിടെ ഐ ക്ലോസ്ഡ് പ്ലസ് ഐ ഓപ്പൺ ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഇനി നമുക്കറിയാം ഐ ക്ലോസ്ഡിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഐ ഓപ്പൺ കറൻറ്റ് ഓപ്പൺ ലെവലാകുമ്പോഴുള്ള വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ രണ്ട് വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി എസ് മൈനസ് വി സീറോ ബൈ എൽ ഇൻറ്റു ഡി ടി മൈനസ് വി സീറോ ബൈ എൽ 1 മൈനസ് ഡി ഇൻറ്റു ടി ഈക്വൽ ടു 0 ആണ്. ഇനി നമ്മൾ ഡി ടി എന്ത് ചെയ്തെന്ന് കഴിഞ്ഞാൽ ഈ ഡി ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക വി എസ് ബൈ എൽ ഇൻറ്റു ഡി ടി മൈനസ് വി സീറോ ബൈ എൽ ഡി ടി ഈക്വൽ ടു വി സീറോ എൽ 1 മൈനസ് ഡി ഇൻറ്റു ടി എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൈനസ് വി സീറോ എൽ ബൈ ഡി ടി സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുക. അപ്പോൾ അത് പ്ലസ് എന്നാവും. എന്നിട്ട് നമ്മൾ ഇവിടെ കോമൺ ആയിട്ടുള്ള എല്ലാ ഡിനോമിനേറ്ററിലുള്ള എല്ലാ എല്ലിന്, അതായത് ഇൻഡക്ടറിൻ്റെ എല്ലിൻ്റെ വാല്യൂ നമ്മൾ കട്ടായി പോവും. ബാക്കി വരുന്നത് വി എസ് ഡി ടി എന്ന് കിട്ടും ഈക്വൽ ടു വി സീറോ ഇൻറ്റു പിന്നെ ഈ 1 മൈനസ് ഡി എന്നുള്ള ഇൻറ്റു ടി എന്നുള്ളതിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇത് ഒറ്റൊരു എക്സ്പ്രഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ വി സീറോ ഇൻറ്റു ടി മൈനസ് ഡി ടി പ്ലസ് ഡി ടി എന്ന് കിട്ടും. ഓക്കെ, അതിൽ നമ്മൾ വി സീറോ നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. വി സീറോ ഈക്വൽ ടു ടി മൈനസ് ഡി ടി പ്ലസ് ഡി ടി. അത് പ്ലസ് ഡി ടി മൈനസ് ഡി ടി നമ്മൾ കട്ടായി പോവും. ബാക്കി നമുക്ക് കിട്ടുക വി എസ് ഡി ടി ഈക്വൽ ടു വി സീറോ ടി എന്ന് കിട്ടും. അപ്പോൾ ഇനി വി എസ് ബൈ വി സീറോ, അതായത് വി സീറോ സമത്തിന് ഇപ്പുറം കൊണ്ടുപോകുക, അതുപോലെ ഡി ടി സമത്തിന് അപ്പുറം കൊണ്ടുപോകുക. അപ്പോൾ നമുക്ക് കിട്ടുക വി എസ് ബൈ വി സീറോ ഈക്വൽ ടു ടി ബൈ ഡി ടി എന്ന് കിട്ടും. അതിൽ രണ്ട് ടിയും ന്യൂമറേറ്ററിലെ ടിയും ഡിനോമിനേറ്ററിലെ ടിയും കട്ടായി പോവും. അപ്പോൾ നമുക്ക് കിട്ടുക വി എസ് ബൈ വി സീറോ ഈക്വൽ ടു 1 ബൈ ഡി എന്ന് കിട്ടും. അതായത് വി സീറോ ബൈ വി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡി, അതായത് ഡ്യൂട്ടി സൈക്കിളാണ്. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി സീറോ ബൈ സപ്ലൈ വോൾട്ടേജ് വി എസ്
ഈക്വൽ ടു എന്താണ് കിട്ടുക പറഞ്ഞാൽ ഡ്യൂട്ടി റേഷ്യോ ആണ്. ഇതാണ് നമുക്ക് ഫൈനലായിട്ട് നമുക്ക് ലഭിക്കുന്ന ആൻസർ.